ഹായ് എവരിവൺ, ദിസ് ഇസ് ഷാഫി മുഹമ്മദ്. വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. നിങ്ങളെല്ലാവരെയും ഞാൻ ഒരു പുതിയ വീഡിയോ സീരീസിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഇതേ ദിവസം നമ്മൾ എന്ത് ചെയ്യും, പുതിയ കാര്യങ്ങൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലൈഫ് ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ആഴ്ചയിലും പുതിയ പുതിയ അറിവുകൾ നമ്മൾക്ക് എന്ത് ചെയ്യും, നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ജീവിതം ടോട്ടലി ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അറിവുകൾ, സ്കില്ലുകൾ എല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ എത്തിച്ചു തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ ചാർജ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഈ പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അതിൽ ഫോളോ ചെയ്യാൻ പറയുന്ന ചാർജ് കൾച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 14 കാര്യങ്ങൾ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 14 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, 14 അല്ല, ഇനിയും അതിലേക്ക് ആഡ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ട് നിലവിൽ 14 എണ്ണമാണുള്ളത്. ആ 14 അതിൽ വരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ഹ്യൂജ് റിസൾട്ടാണ് ഈ വ്യക്തിക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെറ്റ് റെഡി ടു ചേഞ്ച് യുവർ ലൈഫ്. അതിനു വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാം? ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഡെയിലി ലൈഫിൽ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരുപാട് ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്. ആ ടാസ്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്കുകൾ, അല്ലെങ്കിൽ എല്ലാ ടാസ്കുകളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന ടാസ്കുകളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ആ ടാസ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ചാർജ് കൾച്ചർ എന്ന് പറയുന്ന സംഭവം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പോയിൻ്റാണ് വരുന്നത്, ഗെറ്റ് അപ്പ് അറ്റ് 5 AM. കാലത്ത് 5 മണിക്ക് എണീക്കുക. ഈ കാലത്ത് 5 മണിക്ക് എണീക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഉറങ്ങുക എന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണേ, ഈ വ്യക്തി ശരിക്കും ശ്രദ്ധിക്കണേ, ഉറങ്ങുക എന്ന് പറയുന്നത് പാതി മരണത്തിന് തുല്യമാണ്. അപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലൈഫുള്ളത്, ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്, ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്, ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്, ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്, സ്വപ്നത്തിൻ്റെ പിന്നാലെ ഓടാൻ കഴിയുന്നത്. സോ ഗെറ്റ് അപ്പ്, വേക്ക് അപ്പ് ആൻഡ് ബി റെഡി ടു ചേഞ്ച് യുവർ ലൈഫ്. അപ്പം കാലത്ത് 5 മണിക്ക് എണീക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ ശ്രമിക്കണം. അത് മാറുന്നത് എന്തുകൊണ്ടാണ്, അത് അങ്ങനെ എണീക്കണം എന്നുള്ളതിനുള്ള കാരണം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാലത്ത് 5 മണിക്ക് എണീക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, യാത്രകൾ പോകാൻ വേണ്ടിയിട്ട്, വ്യക്തികളുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ടോട്ടലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ സമയം ലഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് ഉറങ്ങിയ ആ തണുപ്പ് ഇങ്ങനെ ആസ്വദിച്ച് ഉറങ്ങുക എന്നുള്ളതല്ല സുഖം. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. സ്റ്റേ എക്സൈറ്റഡ്. മനസ്സിലാവുന്നുണ്ട്? അത് എക്സൈറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കാലത്ത് 5 മണിക്ക് എണീക്കണം. കാലത്ത് 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരുപാട് സമയം ലഭിക്കും. ഓക്കെ, ഒരുപാട് സമയം. പല ആൾക്കാരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയുന്നത്, സമയം എന്ന് പറയുന്നത് 24 hours അമേരിക്കൻ പ്രസിഡന്റിനും അതെ, ഈ ഇരിക്കുന്ന ഇയാൾക്കും അതെ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അതെ, ഈ ഇരിക്കുന്ന ഇയാൾക്കും അതെ. മനസ്സിലാവുന്നുണ്ടോ? ഈ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, കം ഓൺ മാൻ, ഡോണ്ട് ഗിവ് എക്സ്ക്യൂസസ്. ഓക്കെ, എനിക്ക് സമയമില്ല, എനിക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല, ഈ കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല. കാലത്ത് 5 മണിക്ക് എണീറ്റ് നോക്കും, നിനക്ക് ഒരുപാട് സമയമുണ്ടാകും. 7 മണിക്കൂറേ ഒരു മനുഷ്യൻ ഉറങ്ങാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കാലത്ത് 5 മണിക്ക് എണീക്കുക എന്നുള്ളതല്ല പ്രശ്നം പലരുടെയും. കാലത്ത് 5 മണിക്ക് എണീക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, രാത്രി 10 മണിക്ക് ഉറങ്ങണം എന്നുള്ളതാണ്. രാത്രി 10 മണിക്ക് ഉറങ്ങുക. കാലത്ത് നേരത്തെ ഉറങ്ങിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കറക്റ്റായിട്ട് 5 മണിക്ക് എണീക്കാൻ പറ്റും. ഒരു സംശയമില്ല. 5 മണിക്ക് എണീക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ എന്താണ്, നിങ്ങളുടെ ഫോണിൽ അലാറം സെറ്റ് ചെയ്യുക. ഒരു അലാറം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓഫാക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 3 വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത്
സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ അലാറം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫോൺ വെക്കേണ്ടത് തൊട്ടടുത്ത് വെക്കരുത്, കുറച്ച് അകലത്തിൽ കൊണ്ടുപോയി വെക്കുക. മനസ്സിലാവുണ്ടോ? നല്ല ശബ്ദമുള്ള അലാറം തന്നെ വെക്കുക, എന്നിട്ട് കുറച്ച് അകലെ കൊണ്ടുപോയി വയ്ക്കുക. ഒരു നിങ്ങളുടെ അലമാരയുടെ മുകളിലോ അവിടെ എവിടെയെങ്കിലും വെക്കുക. അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ? അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എണീറ്റ് അങ്ങോട്ട് ചെല്ലേണ്ടി വരും അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയമാകുമ്പോഴേക്ക് തന്നെ നിങ്ങൾ എണീക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ബോഡി ഉണരാനുള്ള കംപ്ലീറ്റ് റിക്കവർ അല്ലെങ്കിൽ ഉണരാനുള്ള ആ ഒരു പ്രോസസ്സ് പൂർത്തിയായി തുടങ്ങി. അപ്പോൾ നിങ്ങൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്താ വേണ്ടത്? നിങ്ങൾ അവിടുന്ന് അങ്ങോട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? കാലത്ത് 5 മണിക്ക് എണീറ്റിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാരണം ഉണ്ടാവണം. വെറുതെ 5 മണിക്ക് എണീക്കരുത്. വൈ ഐ ഷുഡ് വേക്ക് അപ്പ്, എന്തിന് ഞാൻ എണീക്കണം? എണീറ്റിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടാവും? അതായത് ഒന്നുകിൽ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേരത്തെ എണീക്കാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയത്തിന് വേണ്ടി ഉപയോഗിക്കാം. വായിക്കാൻ വേണ്ടിയിട്ട് കാലത്ത് നേരത്തെ എണീക്കാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡേ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയം ഉപയോഗിക്കാം. സോ ഏറ്റവും ചാർജ് കൾച്ചർ പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ 5 മണിക്ക് എണീറ്റതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 5 മണിക്ക് എണീറ്റതിന് ശേഷം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? മോർണിംഗ് വാക്കിന് പോവുക എന്നാണ് പറയുന്നത്. നടക്കാൻ പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സസൈസ് ചെയ്യുക. ഇത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എൻഗേജഡായി. അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്യാം, അതിനുശേഷം പുസ്തകം വായിക്കാം, അതിനുശേഷം നിങ്ങളെ ടു ഡു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കാം. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പവർ അവർ എന്ന് പറയുന്ന ഒരു അവറുണ്ട്. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന സമയം അതാണ്. അതായത് കാലത്ത് എണീറ്റിട്ടുള്ള ഉടനെയുള്ള ആദ്യത്തെ 1 മണിക്കൂർ, ഈ ആദ്യത്തെ 1 മണിക്കൂർ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണ്? ചാർജ് കൾച്ചറിൽ പറയുന്ന രണ്ടാമത്തെ പോയിൻ്റ് ആണത്. അതായത് എണീറ്റ ഉടനെ ആദ്യത്തെ 1 മണിക്കൂർ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതിൽ നിന്ന് കാണുന്ന ഡിസ്പ്ലേ, അത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേ നശിപ്പിക്കും, നിങ്ങളുടെ കോൺസെൻട്രേഷൻ അത് ബാധിക്കും, നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കാൻ അത് കാരണമാകും. നിങ്ങൾക്ക് സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്ത് വരും. നിങ്ങൾ ടോട്ടലി ഒരു മൂഡ് ഓഫ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഫോണൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ കണ്ടിന്യൂ ഈ ഒരു 5 മണിക്ക് എണീറ്റിട്ട് നിങ്ങൾ നേരെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചുണ്ടല്ലോ, ഇറ്റ് വിൽ ബി ആൻ അമേസിങ് ഡേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, യെസ് യു ക്യാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. എന്തെങ്കിലും ഒരു മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു മരീസ പിയർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അവരുടെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ മരീസ പിയർ എന്ന് പറയുന്ന ഒരു ഹിപ്നോ തെറാപ്പിസ്റ്റ് ഉണ്ട്. അവർ UK ബേസ്ഡ് ആയിട്ടുള്ള റാപ്പിഡ് ഹിപ്നോ തെറാപ്പിസ്റ്റാണ്. അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ആ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 3 പ്രാവശ്യം നിങ്ങൾ ഒരു 3 വാക്കുകൾ പറയുക എന്നുള്ളത്, 3 മന്ത്രങ്ങൾ ഉച്ചരിക്കുക എന്നുള്ളതാണ്. എന്താണത്? ആ മന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ലവ് ടു ഡു ഇറ്റ്, ഐ ലൈക്ക് ടു ഡു ഇറ്റ്, ഐ വാണ്ട് ടു ഡു ഇറ്റ്. അതായത് നേരെ എണീക്കുക എന്നുള്ള കാര്യം ബെഡിൽ കിടക്കുന്ന സമയത്ത് സെക്കൻഡ് തോട്ടിന് കൊടുക്കരുത്, അവസരം കൊടുക്കരുത്. പറയുന്നത് ഐ ലൈക്ക് ടു ഡു ഇറ്റ്, ഐ ലവ് ടു ഡു ഇറ്റ്, ഐ വാണ്ട് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എണീക്കുക, പോവുക. മനസ്സിലാവുന്നില്ല? മറ്റൊരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതെന്ന് വെച്ചാൽ 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന റൂളുണ്ട്. നമ്മൾ ഡൗട്ട് അടിച്ചിരിക്കരുത്, സെക്കൻഡ് തോട്ട് കൊടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 5 4 3 2 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങിത്തിരിക്കുക. എന്താണ്? 5 4 3 2 1 ഗോ ആൻഡ് ഡു ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? 5 4 3 2 1 ഗോ ആൻഡ് ഡു ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങ് എണീക്കുക, ബെഡിൽ നിന്ന് എണീക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അതങ്ങ് ചെയ്യുക. ഈ രൂപത്തിൽ ചെയ്യുക. നിങ്ങൾ മരീസ പിയർ എന്ന് പറയുന്ന എൻ്റെ മെത്തേഡ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുള്ള ഐ ലൈക്ക് ടു ഡു ഇറ്റ്, ഐ ലവ് ടു ഡു ഇറ്റ്, ഐ വാണ്ട് ടു ഡു ഇറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ മെത്തേഡ് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് 5 മണിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾക്ക് ശീലമല്ലാത്തൊരു കാര്യമാണ് 5 മണിക്ക് എണീക്കുക എന്ന് പറയുന്നത്. ആ 5 മണിക്ക് എണീക്കുന്ന ശീലമല്ലാത്തൊരു കാര്യം ശീലമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ഇറങ്ങണം. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന് ഇതിനു മുൻപ് പരിചയമില്ലാത്തൊരു കാര്യത്തെ പരിചയപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് മരീസ പിയർ ഈ പറഞ്ഞിരിക്കുന്ന ഐ ലൈക്ക് ടു ഡു ഇറ്റ്, ഐ ലവ് ടു ഡു ഇറ്റ്, ഐ വാണ്ട് ടു ഡു ഇറ്റ് എന്ന് റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് പറയല്. അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഇഷ്ടം അതിനോട് തോന്നും. നമ്മളങ്ങ് ഇറങ്ങിത്തിരിക്കും, പ്രവർത്തിക്കും, മുന്നോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? സോ 5 മണിക്ക് എണീക്കുക, ഗെറ്റ് അപ്പ് അറ്റ് 5 AM. അതിന് പേടിച്ച് നിൽക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത ഡൗൺ ആയിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങുമ്പോൾ വല്ലാത്ത സുഖം ലഭിക്കും, വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും. കുറച്ച് നേരം കൂടി ഉറങ്ങാം എന്നല്ലേ. ഒരു കാര്യം മനസ്സിലാക്കണം, നിസ്സാരമായിട്ടുള്ള സില്ലിയായിട്ടുള്ള സുഖങ്ങളോട് നോ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിനോട് നോ പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം നിങ്ങൾ.
സില്ലി ആയിട്ടുള്ള കാര്യങ്ങളോട് നോ പറയാനുള്ള തൻ്റെടം കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഹ്യൂജ് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാർജ് കൾച്ചറിലെ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച നമ്മൾ വരുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ വേക്കപ്പ് അറ്റ് 5 AM, 5 മണിക്ക് എണീക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇനി ഒരു പ്രശ്നമാവരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിവേ ചാർജ് കൾച്ചറിൻ്റെ അടുത്ത വീഡിയോയുമായിട്ട്, പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ഇപ്പോൾ പിൻവാങ്ങുന്നു. സിസ്മി ഷാഫി മുഹമ്മദ്. See you later. Bye-bye. Take care.